കത്തിക്കയറിയ ക്രൂഡ് ഓയിൽ വില 2 ദിവസമായിട്ട് നിലം പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബാരലിന് $119 വരെ കയറിയ ക്രൂഡ് ഓയിലാണ് ഇപ്പം 2 ദിവസമായിട്ട് താഴോട്ട് വന്ന് ഏകദേശം $94 എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഒന്ന്, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ട്രംപ് ഏറ്റെടുക്കുമെന്ന ഒരു പ്രസ്താവന വന്നതിന് ശേഷമാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഇത് വളരെ അധികം ബാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം 7-8 ആഴ്ചത്തേക്കുള്ള ഓയിൽ, ഗ്യാസ് ഇതെല്ലാം തന്നെ നിലവിൽ ഇന്ത്യയിൽ കരുതൽ ശേഖരമായിട്ട് വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ വില കൂടാൻ സാധ്യത ഇല്ലെന്ന് നേരത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നതോടുകൂടി ഏകദേശം $25 2 ദിവസമായിട്ട് ക്രൂഡ് ഓയിൽ ഇടിയാൻ കാരണം ഉണ്ടായത്. ഇത് നേരത്തേക്കെന്ന് പറയുന്നത് നമ്മൾ ഗൾഫിനെ മാത്രമാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് ക്രൂഡ് ഓയിൽ. പക്ഷേ ഇപ്പം ഇങ്ങനൊരു യുദ്ധം വന്നിട്ട് പോലും ഈ ഒരു ഇടിവിന് കാരണമെന്ന് പറയുന്നത് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നേരത്തെ ഗൾഫിനെ മാത്രം ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം, എണ്ണയുടെ ഉൽപ്പാദനം കൂടിയത് കാരണം ഇപ്പോൾ നമുക്ക് ഗൾഫിനെ ആശ്രയിക്കാണ്ട് തന്നെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഗൾഫ് മേഖലയിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പം കുറയാനുള്ള കാരണമെന്ന് പറയുന്നത്. ഒന്ന് ഇത് തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലൂടെയുള്ള ചരക്ക് ഗതാഗതം, പ്രത്യേകിച്ച് ക്രൂഡിൻ്റെ, എണ്ണയുടെ ഗതാഗതം സുഗമമായ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ക്രൂഡ് ഓയിൽ ഇടിയാൻ കാരണം. അത് ഇന്ത്യൻ മാർക്കറ്റിന് നമ്മളിപ്പം ഇന്നലെയും ഇന്നുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് അത് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇടിഞ്ഞ മാർക്കറ്റ്, യുദ്ധത്തിൻ്റെ ഒരു ഭീതി കാരണം 1000 പോയിൻറ്റോളം ഇടിഞ്ഞ മാർക്കറ്റ് ഇപ്പം പതിയെ കയറാൻ തുടങ്ങി. കാരണം ക്രൂഡ് ഓയിൽ ഇടിയാൻ തുടങ്ങിയതാണ്. ഇത് ഏകദേശം 75-70 ലെവലിലോട്ട് ചിലപ്പോൾ ക്രൂഡ് ഓയിൽ വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്.